ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ 15 ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഞങ്ങളുടെ സംരക്ഷണത്തിനും പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി വിശ്വാസത്തോടെ ഞങ്ങളെ ഏൽപ്പിച്ച ഓരോ നിയോഗത്തെ ഓർത്ത് ഭവനങ്ങളിൽ ഇരുന്നും പ്രാർത്ഥിക്കണം കേട്ടോ. യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഈ കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഓരോ കുഞ്ഞുങ്ങളിൽ സംഭവിക്കട്ടെ. കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ടോ ഗർഭിണികളായ സ്ത്രീകളോ ഒക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പറ്റും പോലെയൊക്കെ ഒന്ന് കരങ്ങളെ ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, ഈ കുഞ്ഞിനെ, ഈ മകനെ, ഈ മകളെ, ഞങ്ങൾ എഴുതി പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പറയുവാണ്, തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാണ്. ദൈവമേ, വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വിവിധ ദേശങ്ങളിലായിരിക്കുന്നവർ, ഹോസ്റ്റലിൽ, കോളേജുകളിൽ ഒക്കെ പഠിക്കുന്നവർ, ഭവനത്തിൽ നിന്നുകൊണ്ട് സ്കൂളിൽ പോയി വന്ന് പഠിക്കുന്നവർ എല്ലാവരും ഓർത്ത് പറയുക, യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിക്കണമേ, സൽസ്വഭാവികളാക്കി മാറ്റണമേ, മിടുക്കികളും മിടുക്കന്മാരുമാക്കി മാറ്റണമേ, കുടുംബത്തിൻ്റെ സൽകീർത്തി വർദ്ധിപ്പിക്കുന്നവരാകണമേ, അനുഗ്രഹം കൊണ്ടുവരുന്നവരാകണമേ, തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, അവർക്ക് സ്വഭാവ രൂപീകരണം സംഭവിക്കണമേ, വഴിതെറ്റിപ്പോകാൻ ഇടയാകല്ലേ, മദ്യത്തിനും മയക്കുമരുന്ന് അടിമകളായി പോകാൻ ഇടയാകല്ലേ, അത് ഉപയോഗിക്കുന്നവരാകാൻ ഇടയാകല്ലേ, ഒരു കുഞ്ഞുപോലും ഇങ്ങനെയെന്ന് കേൾക്കാൻ ഇടയാകല്ലേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സംരക്ഷണത്തിനുമായി ഏൽപ്പിക്കപ്പെട്ടവർ, അനുഗ്രഹത്തിനായി വിശ്വാസത്തോടെ തന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ.